അച്ഛനും അമ്മയും ഫസ്റ്റ് എന്നോട് ചോദിച്ച കാര്യം കിട്ടുമോ, അപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്താക്കും, എല്ലാവരോടും ചോദിക്കുന്നില്ല കിട്ടിയില്ലെങ്കിൽ എന്താക്കും. അപ്പോൾ എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നു. तू कखदा नी सानू इश्का वे छड़िया तू कखदा नी सानू. ഹലോ ഓൾ, എയ്സിൻ്റെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരള PSC നടത്തിയ LDC 2025 എക്സാമിൽ 7ാം റാങ്ക് കരസ്ഥമാക്കിയ വിഷ്ണു TP ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും പ്രേക്ഷകർക്കും വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? തീർച്ചയായും. എൻ്റെ പേര് വിഷ്ണു TP എന്നാണ്. കോഴിക്കോടാണ് സ്ഥലം. എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ഒരു 6-7 വർഷത്തോളം IT ഫീൽഡിലായിരുന്നു, TCSലായിരുന്നു വർക്ക് ചെയ്തത് ബാംഗ്ലൂർ. പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ആണ് ഒരു വർഷത്തോളം PSC നോക്കാമെന്ന് വിചാരിച്ചിറങ്ങി. അങ്ങനെ PSC എയ്സിൻ്റെ സഹായത്തോടു കൂടി PSC എക്സാമുകളൊക്കെ അത്യാവശ്യം കുറച്ച് എക്സാമുകൾ ക്രാക്ക് ചെയ്തു. പിന്നെ ഇപ്പം നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഖാദി ബോർഡിൽ LD ക്ലർക്കായിട്ടാണ്. കോഴിക്കോട് ജില്ലാ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു സമയത്താണ് ഇപ്പം LDC വേരിയസ് കോഴിക്കോടിൻ്റെ അഡ്വൈസ് എത്തിയത്. ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്ററും കഴിഞ്ഞ 2 ദിവസം മുന്നേ കയ്യിൽ കിട്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കോളേജ് എഡ്യൂക്കേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ കാര്യങ്ങളിലായിട്ട് നടക്കുകയാണ് ഇപ്പം നിലവിൽ. അപ്പോൾ TCSലാണ് വർക്ക് ചെയ്തിരുന്നു പറഞ്ഞു. അപ്പോൾ TCS ഒക്കെ എന്ന് പറയുന്നത് ഒരു ഏതൊരു ബിടെക്കാരൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ TCSയിൽ നിന്നൊക്കെ ജോലി രാജിവെച്ച് എന്തുകൊണ്ടാണ് PSC ചൂസ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ TCS എന്ന് പറയുന്നത് നല്ലൊരു സ്ഥാപനമാണ്. ഞാൻ അവിടുത്തെ ലെസൺസും അല്ലെങ്കിൽ അവിടുത്തെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആ ഒരു സ്ഥാപനത്തോട്. ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ആ ഒരു സ്ഥാപനത്തിൽ നിന്നും. ഒന്നാമത്തെ കാര്യം, ഞാനൊരു എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നിലവിൽ ഈ 2026-25 ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ്, എല്ലാവരും പുറത്തേക്ക് സ്റ്റുഡൻസ് +2 കഴിഞ്ഞിട്ട് ഫ്രാൻസ്, ജർമ്മനി, UK ആ ഒരു ട്രെൻഡാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് ഒരു 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BTech അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ ഡോക്ടർ ആവുക, ആ ഒരു ഫ്ലോയിലായിരുന്നു അന്നത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഫ്ലോയിലാണ് നമ്മൾ പോകുക. കാരണം നമുക്ക് ആ ഒരു സമയത്ത് അത്രയ്ക്ക് ഒരു എക്സ്പ്ലോർ എന്താണ് നമുക്ക് കിട്ടുന്നില്ല. ഒരു +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാടുന്നോ കിട്ടുന്നില്ല. നമ്മൾ കളിച്ച് നടക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ പാസ്സാവുന്നു. അല്ലാതെ നമുക്ക് അടുത്തത് ലൈഫിനെ പറ്റിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളൊരു എക്സ്ട്രാ നോളജ്, ലൈഫിനെ പറ്റിയിട്ടുള്ളൊരു നോളജ് നമുക്ക് ഒരു സ്കൂളിൽ നിന്നോ വിദ്യാലയങ്ങളിൽ നിന്നോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എന്തുകൊണ്ട് BTechൽ എത്തി എന്നുള്ളത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ടോപ്പ് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ടോപ്പ് മാർക്കുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് ഞാൻ നോക്കി. ഓക്കെ, എല്ലാവരും സയൻസ് എടുക്കുന്നു. ഓക്കെ, ഞാൻ സയൻസ് എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു. ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. പിന്നെന്താണ്, മെഡിസിൻ ആണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണോ എന്ന് മാത്രമേ ഉള്ളായിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നെ കുറച്ചും കൂടി റിസ്ക് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ എഞ്ചിനീയറിംഗിൽ എത്തിയത്. പിന്നെ അവിടുന്ന് പിന്നെ അവിടുന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടാണ് ഞാൻ TCSൽ എത്തിയത്. TCSന്ന് നല്ല നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ അവിടുന്ന് ഞാൻ ഒരു 6 കൊല്ലം കഴിഞ്ഞ് എനിക്ക് ഒരു ടീം ലീഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു. ഒന്ന് അമേരിക്കയിലേക്ക് ടീം ലീഡായിട്ട് പോകാനുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഹംഗറിയിലേക്ക് ടീം ലീഡായിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ടീമിൻ്റെ മേലെ എന്ത് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഡിസിഷൻ പവർ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതവർ ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞു, എൻ്റെ മേലുള്ളവർ, അതായത് അമേരിക്കയിലുള്ള ആൾക്കാർ. അപ്പോൾ അതും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു.
അപ്പോൾ അത്രയും നല്ല നമുക്ക് വളരാനുള്ള ചാൻസുകൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സാലറി ഇപ്പം മന്ത്ലി നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയിലധികം നമുക്ക് ശമ്പളം മാസത്തിൽ നമുക്ക് അവിടുന്ന് ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി ഒരു പൊസിഷൻ TCSലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണ് അങ്ങനെ ഒരു പേര് നമുക്ക് കിട്ടുമായിരുന്നു. ഒരു എന്താണ് ഒരു നല്ല ഒരു പേരുണ്ടല്ലോ, ഒരു എന്താ സൊസൈറ്റിയിലൊരു വാല്യൂ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല എന്ന് പലരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്, ഞാൻ PSC ഇറങ്ങുമ്പോൾ ഫേസ് ചെയ്തൊരു കാര്യം. ഈ ഒരു IT ഫീൽഡിൽ നിന്ന് ഇത്രയും നല്ല ബിടെക് പഠിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താൻ പറ്റുന്നൊരു ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അത് കിട്ടി വന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അപ്പം അതിൽ അങ്ങനെ എൻ്റെ ഞാനും വിചാരിച്ചത് അങ്ങനെയായിരുന്നു. ഓക്കെ, IT ഫീൽഡ് നന്നായിട്ട് പോകുന്നുണ്ട്, ഇതിൽ നോക്കാം, എങ്ങാനും ഞാൻ IT ഫീൽഡിൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഗവൺമെൻറ് ഫീൽഡിലേക്ക് മാറാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ IT ഫീൽഡിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച മാതിരിയൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു IT ഫീൽഡിൽ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ എന്താണ് എക്സ്പീരിയൻസ് കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി വരും. ഓക്കെ, പിന്നെ ആ ഒരു സമയത്താണ് കൊറോണ വന്നത് 2020. അവിടെയാണ് നമുക്ക് ഈ ഒരു എന്താണ് ഫുള്ള് ഒരു ട്വിസ്റ്റ് വന്നത്. 2020 കൊറോണ വന്നപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ഈ ഒരു ടീം ലീഡായിട്ട് വന്നതും. അപ്പം നമ്മുടെ ഈ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷർ കൂടി. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ പെട്ടുപോയി. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ ഒരു പ്രശ്നം. നമ്മളൊരു വേറെ സ്ഥലങ്ങൾ, നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. IT ഫീൽഡിലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. നമ്മൾ പ്രഷറൈസ്ഡ് ആവും. അവർ പറയുകയാണ് നീ വേറെ ഓപ്ഷൻ ഇല്ല, അമേരിക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല, നോ പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഒരു ഫ്രീഡമാണ് അവിടെ പോകുന്നത്. നമുക്ക് പൈസ കിട്ടും, പേരുണ്ടാവും, പക്ഷേ നമുക്ക് നമ്മുടെ ഫാമിലീൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള നല്ല മൊമെൻറ്റ്സ്, വീട്ടിലെ നാട്ടിലെ ഫങ്ഷൻസ്, അങ്ങനെ പല എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും. ചിലപ്പം എന്താണ് പാർട്ട്നേഴ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രൻ്റെ കൂടെ, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കൂടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ കൂടി നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും. ലൈഫിൻ്റെ മെയിൻ ഒരു മറു സൈഡ് ഉണ്ട്. അതായത് നമുക്ക് ക്യാഷ് അറിയുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അതേപോലെ തന്നെ മറ്റൊരു സൈഡും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഈ ഒരു കൊറോണൻ്റെ സമയത്ത്. കാരണം ബാംഗ്ലൂർ 2 മാസത്തോളം പെട്ടുപോയി. അപ്പം ഭക്ഷണം അതിലേക്ക് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. ഒറ്റപ്പെട്ട് നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഒരു പെട്ടുപോവാണ്. നമുക്കിനി നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുമോ, വീട്ടിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ? കാരണം അത്രയ്ക്കും നമ്മളെ കേരളം പോലെയല്ല, ബാംഗ്ലൂർ ഭയങ്കര ഒരു മോശം സിറ്റുവേഷൻ ആയിരുന്നു. അത്രയും നമ്മളെ കെയർ ചെയ്യുന്നൊരു സ്ഥലമല്ലായിരുന്നു അവിടെ. ഇവിടെ നമുക്ക് വിളിച്ചു ചോദിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുണ്ട്, വീട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ വന്ന് നോക്കും. നമ്മളിപ്പോൾ ക്വാറന്റൈനിലിരിക്കുകയാണ്, ഭക്ഷണം കൊണ്ടു തരും. പക്ഷെ അവിടെ അടിപിടിയായിരുന്നു. അപ്പം ബാംഗ്ലൂരിലെ ആ ഒരു കൊറോണൻ്റെ സ്റ്റേജിൽ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നി. അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ നാടാണ് നല്ലത്, നാടിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വർക്ക് ഫ്രം ഹോം 3 കൊല്ലം വീട്ടിൽ ചെയ്തു. അപ്പോൾ വീടിൻ്റെ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. വീട്ടുകാരും നാട്ടുകാരും കൂടെ ഉണ്ടാകുന്ന സമയത്ത് അതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ PSCയിലേക്ക് കാലിൽ വെച്ചത്. അപ്പം നമുക്ക് ജോലി ഒറ്റയടിക്ക് വിട്ടിട്ട്, പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജോലീൻ്റെ കൂടെ PSC പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ജോലി വിട്ടിട്ട് PSC പഠിക്കാൻ റിസ്ക് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാനും അങ്ങനെ തന്നെ റിസ്ക് എടുത്തില്ല. ജോലീൻ്റെ കൂടെ തന്നെ PSC യൂട്യൂബിലൊക്കെ നോക്കി, സമയം കിട്ടുമ്പോൾ 1 മണിക്കൂറൊക്കെ, ഒരു അരമണിക്കൂറോ നോക്കും, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കും. അങ്ങനെ എനിക്കൊരു 1-2 കുറച്ച് പരീക്ഷകളൊക്കെ എഴുതി ഒരു പ്രിലിംസ് പാസ്സായി, പാരലലി പഠിച്ചിട്ട് തന്നെ ജോലീൻ്റെ കൂടെ തന്നെ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ അതേസമയം ഞാൻ ജോലിയിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലിയിലും വർക്ക് ടൈം പ്രഷർ ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ രാത്രി 12 1 മണി വരെ വർക്ക് ചെയ്യും, രാവിലെ 8 മണിക്ക് എണീച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഓവർ പ്രഷർ ഉണ്ട് ഇനി ജോലീൻ്റെ. അപ്പോൾ 2 കാര്യം കൂടി ഒത്തു വന്നു. ജോലീൻ്റെ പ്രഷറും ഉണ്ട്, അതേസമയം എനിക്ക് PSCൻ്റെ അകത്ത് പ്രിലിംസ് പാസ്സാവുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അന്ന് ജോലി ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിൻസും ക്ലിയർ ആക്കാൻ പറ്റും നല്ലൊരു കോൺഫിഡൻസ് വന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ IT ജോലി ഒഴിവാക്കിയിട്ട് എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ മാനസികമായിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനത്തെ സ്ട്രെസ് ആയിട്ടുള്ള ജോലി നമ്മുടെ ആരോഗ്യവും, മാനസികമായിട്ടുള്ള ആരോഗ്യം അതേമാതിരി ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെയും ബാധിക്കും. അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ലക്ഷങ്ങൾ കിട്ടുമായിരിക്കും, പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ ആ ലക്ഷങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നഷ്ടപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ PSCയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജോലിയിലൊക്കെ നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്തപ്പോഴും. അപ്പോൾ ഫാമിലി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലോ. അപ്പോൾ വീട്ടുകാർ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വിഷ്ണുവിന്? അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്
ബിഗിനിങ് എന്ന് പറയുന്നത് തന്നെ PSC എന്നുള്ളൊരു കാൽവെപ്പിലേക്ക് എനിക്ക് ഒരു പ്രചോദനം അല്ല ഫുൾ സപ്പോർട്ട് ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് അവിടെ നിന്നാണ്. കാരണം ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 28 വയസ്സാണ്. കാരണം ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കല്യാണമൊക്കെ നോക്കുന്ന ഒരു സമയമാണ്. അതേമാതിരി സെറ്റിലായി നിൽക്കുന്ന ഒരു സമയം, നല്ല ജോലിയുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സൊസൈറ്റിയിൽ നമ്മളിങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കുമ്പം എല്ലാവരും ചോദ്യം ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഫസ്റ്റ് എന്നോട് ചോദിച്ച കാര്യം കിട്ടുമോ, അപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്താക്കും, എല്ലാവരോടും ചോദിക്കുന്നില്ല, കിട്ടിയില്ലെങ്കിൽ എന്താക്കും. അപ്പം എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ IT ഫീൽഡ് ആയതുകൊണ്ട് നമുക്കിപ്പം കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടെങ്കിലും ഒരു 2 കൊല്ലം ഞാൻ പഠിച്ചൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വീണ്ടും IT ഫീൽഡിൽ കയറാം വേറൊരു കമ്പനിയിൽ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് ബാക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ജോലി ഒഴിവാക്കിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അത് ആ വീട്ടുകാർക്കും കൺവിൻസ്ഡ് ആയി. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും അവർക്കൊരു പേടിയുണ്ട്, നമ്മുടെ പ്രായം കൂടി വരല്ലേ, ഇനി കല്യാണ പ്രായമൊക്കെ ആവില്ല, അപ്പോഴേ ജോലി കിട്ടി ഇനി കല്യാണം ആവും, അങ്ങനത്തെ ഒരു പേടിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു നമുക്ക് ആദ്യം നമ്മുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു കാര്യമൊക്കെ കല്യാണത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മളൊരു കോൺഫിഡൻസ് വേണം, നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയി അല്ലെങ്കിൽ നമുക്ക് ഒരു ഫാമിലി നോക്കാനുള്ള ഒരു ടൈമും ഒക്കെ അവർക്ക് കൊടുക്കണമല്ലോ, ടൈം കൊടുക്കണം അല്ലെങ്കിൽ സ്പേസ് കൊടുക്കണം. അപ്പോൾ അതിന് എനിക്ക് തോന്നി ഞാൻ കേരളത്തിലാണെങ്കിൽ, എൻ്റെ നാട്ടിലാണെങ്കിൽ, എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് എൻ്റെ പങ്കാളി അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ കൂടെ എനിക്ക് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാനിപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ അമേരിക്കയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സമയം കിട്ടില്ല, പൈസ മാത്രം അയച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ കാര്യം കൂടി അവർ നമ്മളെ നോക്കി വളർത്തിയല്ലോ ഇത്രയും കാലം. അപ്പം നമ്മൾ തിരിച്ചങ്ങോട്ടേക്കും അവരെയും വളർത്തണ്ടേ, വളർത്തല്ല നമ്മൾ അവരെയും നോക്കണ്ടേ അവരുടെ പ്രായമാവുന്ന സമയത്ത്. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അവർ കൂടെ നിന്നു. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടും കൂടുതൽ സൊസൈറ്റീൻ്റെ അടുത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തത്. അതായത് ഇപ്പം ഞാൻ പുറത്തങ്ങനെ പോകാറില്ല, കാരണം ഈ നെഗറ്റീവ് ചോദ്യങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പുറത്ത് സൊസൈറ്റീനെ ഫേസ് ചെയ്യാറില്ല. ഇരുന്ന് പഠിക്കുക, ക്ലാസ്സിൽ പോവുക, പഠിക്കുക, അങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും പരിപാടികളൊക്കെ വരും, ഫാമിലിയൊക്കെ ആയിട്ട് ടച്ച് ഉണ്ട് അങ്ങനെ. അപ്പോൾ അവർ എപ്പോഴും പുറത്ത് പോകുന്ന ആൾക്കാരായതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തത്. പക്ഷെ അവർ പോസിറ്റീവായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അവർ പഠിച്ചോട്ട് ഇപ്പോഴല്ലേ പറ്റുള്ളൂ. ഞാനതാ പറഞ്ഞത്. ഇപ്പം എനിക്ക് 28 വയസ്സിൽ ഇപ്പം എനിക്ക് റിസ്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പം സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻ്റെ ജോലി ഉത്തരവാദിത്വം കൂടുമ്പോൾ എനിക്ക് സമയം തീരെ കിട്ടില്ല, അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഞാനിപ്പോൾ ഒരു ബാച്ചലറായിട്ട് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും സേഫായിട്ടുള്ള റിസ്ക് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. അപ്പം അങ്ങനെ അവർ ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ വിഷ്ണു, ഈ ഒരു വിജയത്തിന് പിന്നിൽ എയ്സ് എത്രത്തോളം പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്? എയ്സിൻ്റെ പങ്ക് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ എയ്സിലേക്ക് എത്തി എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാരലലി ജോലിയുടെ കൂടെ തന്നെ പഠിച്ചിട്ട് പ്രിലിംസ് കിട്ടിയ ആളാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് എത്ര സമയം എടുക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം നമുക്ക് കറക്റ്റ് ഗൈഡൻസ് ഇല്ല, ഒരു കാര്യമില്ല, ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യാൻ വന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ലൂ ഇല്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഒന്നാമത് റിസ്ക് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ജോലി കയറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ മാക്സിമം എല്ലാ റിസോഴ്സുകളും കണ്ടെത്തുക, അതിനെല്ലാം കൂട്ടി പിടിച്ചിട്ട്, അല്ല ഞാൻ ഒറ്റയ്ക്ക് നേടുന്നുള്ള അഹങ്കാരത്തോട് കൂടി പോവാതെ മാക്സിമം റിസോഴ്സസിനെ എൻ്റെ കൂടെ പിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഇറങ്ങിയപ്പം ഫസ്റ്റ് ഞാൻ നോക്കിയത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി കോഴിക്കോട് ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് എയ്സ് കുറേ എണ്ണം നോക്കിയത്. അപ്പോൾ എയ്സ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എയ്സിൻ്റെ അകത്തുള്ള കുറേ റിസൾട്ട്സിൻ്റെ ഫോട്ടോസ് ഞാൻ കണ്ടു. ഓരോ വർഷത്തിലുള്ള റിസൾട്ട്സിൻ്റെ ഇങ്ങനെ കാണുന്നത്, അത് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പിന്നെ രണ്ടാമത്തത് അവിടുത്തെ എക്സ്പീരിയൻസ്, അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. ഇത്രയും 15+, 2023 ഈ കാര്യമൊക്കെ നടക്കുന്നത്. 2023 ജൂലൈയിലാണ് ഞാൻ റിസൈൻ ചെയ്ത് PSCയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ 23 ജൂലൈ തന്നെയാണ് ഞാൻ എയ്സിൽ ജോയിൻ ചെയ്യുന്നത്, ജൂലൈ 10. അപ്പോൾ ഈ ഒരു റിസൾട്ടും അതേമാതിരി ഇതിൻ്റെ 15+ ഇയേഴ്സ് എക്സ്പീരിയൻസും കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ഇത് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത്. റിസ്ക് എടുക്കേണ്ട, വേറെ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറിയിട്ട് റിസ്ക് എടുക്കേണ്ട എന്ന് തോന്നി. അപ്പോൾ എയ്സിൽ ജോയിൻ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എയ്സിൽ എത്തിയതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടുത്തെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റീസിനാണ് അവർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും
അല്ലെങ്കിൽ ഒരു ക്ലാസ് നമുക്ക് ആ ക്ലാസ് അല്ലെങ്കിൽ അവർ നോട്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ടോപ്പിക്ക് ക്ലിയർ ആവും. എന്താണ് ഒരു തട്ടിക്കൂട്ട് എങ്ങനെയെങ്കിലും നടത്തി പോകാന്നുള്ളൊരു സെറ്റപ്പേ അല്ല, അത് ഫുൾ എന്താണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഫാക്കൽറ്റീനെ പറ്റി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ കമൻ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം. അവരതനുസരിച്ചിട്ട് വേറൊരു ഫാക്കൽറ്റീസിനെ വെച്ച് വീണ്ടും ക്ലാസ് എടുത്ത് തരും. അങ്ങനെ ഫുൾ നമ്മുടെ ഒരു എന്താണ് ആസ്പിരൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഫാക്കൽറ്റീസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തു തരാറുള്ളത്. പിന്നെ അവിടുത്തെ മെൻറ്റേഴ്സാണ്. മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അന്ന് ഞങ്ങളുടെ കാലത്ത് 3 മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. രാജീവ് സാറ്, നീനു മിസ്, അതേമാതിരി നസീം സാറ്. അപ്പോൾ ഇവർ 3 പേരും വളരെ വലിയൊരു പങ്കാണ് ഞങ്ങൾക്ക് അന്ന് വഹിച്ചത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യം ഡെഡിക്കേറ്റ്, നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് സമയത്ത് എത്തിക്കും, എക്സാംസ് എല്ലാം കറക്റ്റ് സമയത്ത് നടത്തും. പിന്നെ നമുക്ക് അതിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള സെഷൻസ് നമുക്ക് വെറുതെ എക്സാം നടത്തി പോകാമെന്നല്ല, ആ എക്സാം നടത്തി അതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളും എക്സ്പ്ലനേഷൻസ് ഒക്കെ പറഞ്ഞു തരും. എന്നിട്ട് നമ്മളെ കൊണ്ട് അത് പഠിപ്പിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിപ്പിക്കും. ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു വരാൻ പറയും, ഇത്ര കാര്യം പഠിച്ചു വരും. അപ്പം നമ്മൾ അത് പഠിക്കാൻ ഒന്നുകൂടി മെനക്കെടും. അവർ ചോദിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിക്കും എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മളെന്താണ് വെറുതെ സമയം ഇമ്പോസിഷൻ എന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് എന്താ അറിയോ, നമ്മൾ അത്രയും സമയം നഷ്ടപ്പെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. പഠിക്കാനുള്ള സമയം ഇമ്പോസിഷൻ എഴുതി നഷ്ടപ്പെടില്ല എന്നുള്ള പേടി കൊണ്ട് ഞാൻ പഠിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയൊക്കെ എന്ത് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ഇവർ പറയുക ഇന്ന കാര്യം പഠിച്ചിട്ട് വരിക, അങ്ങനെ ഒരു കറക്റ്റ് പ്ലാനിൽ ഓരോ ദിവസം എന്താ പഠിക്കേണ്ടതെന്ന് അവർ പറഞ്ഞുതരും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളൊരു മൈൻഡ് ഔട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. അങ്ങനെയൊക്കെ ഇവർ ഗൈഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇവർ സാറുമാരെന്ന് പറയുന്നത് ഓൾറെഡി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാറുമാരൊക്കെ ആയതുകൊണ്ട് അവരും കുറേ എക്സ്പീരിയൻസ് പറയും. ഈ ഗവൺമെൻറ് ജോലി കൊണ്ടുള്ള എന്തൊക്കെയാണ് ഗുണങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ ആവും. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് വെറുതെ ഇരുന്ന് പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ ഇടയ്ക്ക് വേണം. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിനെ പറ്റി കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണം. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ടിപ്സുകൾ വേണം നമുക്ക്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പറ്റിയത് നമ്മൾ ചൂസ് ചെയ്യുക. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഓരോ ഇൻഡിവിജ്വൽസും വ്യത്യസ്തരാണ്. അപ്പോൾ നമുക്ക് ഒരാൾ പറയുന്ന ടിപ്സ് മറ്റൊരാൾക്ക് ആപ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന ഏതാണോ അത് മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ അത് മാറ്റരുത്. റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കരുത്. അപ്പോൾ പിന്നെ എയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എയ്സ് കോഴിക്കോടിലാണ് പഠിച്ചത്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഓഫീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിയുടെ ഏറ്റവും സെൻട്രലാണ്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതായത് മാവൂർ റോഡ്, അതായത് പുതിയ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർ, ഇപ്പോൾ ദൂരത്തു നിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് സമയം അങ്ങനെ ലാഭിക്കാൻ പറ്റും. നമ്മുടെ യാത്രയും അങ്ങനെ നടത്താം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നാമത്തെ കാര്യം അതാണ്. ഞാൻ എയ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ് കേട്ടോ. നമുക്ക് ഏറ്റവും സമയം ട്രാവൽ കുറയ്ക്കണം, ആക്സസിബിൾ ആവണം. അതായത് നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ക്ഷീണിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ പഠിക്കാൻ പറ്റില്ല നമുക്ക്. അത് രാവിലെയും നമ്മൾ നേരത്തെ എണീച്ച് പോകുമ്പോൾ നമുക്ക് രാവിലെയും വീട്ടിൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ, ഒരു 15 മിനിറ്റ് കൊണ്ട് 2 വീലർ എടുത്ത് പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എയ്സ് ചൂസ് ചെയ്തത്. അപ്പം അതാണ് എല്ലാവർക്കും കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് എയ്സ് കാലിക്കറ്റിൻ്റെത്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ രണ്ടാമത്തേത് വേറൊരു കാര്യം എന്ന് പറയുന്നത് എയ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതായത് മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ക്ലാസ് റൂംസ് ആണ്. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ക്ലാസ് റൂംസ് ആണ്. നമുക്ക് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ബെഞ്ച് ഡെസ്കൊക്കെ ആവശ്യത്തിന് തിരുക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ AC, ഫാന്, അങ്ങനത്തെ വായുസഞ്ചാരം എല്ലാം ഉണ്ട്. ലൈറ്റ്സ് എല്ലാം ഓക്കെയാണ്. പിന്നെ വേറെ ഉള്ളത് നമ്മുടെ ലൈബ്രറി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമുക്ക് ലൈബ്രറി എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്ലാസ് ഇല്ലാത്ത സമയത്ത് വന്നിരുന്ന് പഠിക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നവരായിരിക്കണം എന്നില്ല, നമ്മുടെ ഫോക്കസ് മാറി പോകുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടെ കുറേ പേര് ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ കുറച്ച് പഠിക്കാൻ തോന്നും. അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി ലൈബ്രറിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമുക്ക് എയ്സ് ഒരുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ചുറ്റും കുറേ പേര് ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പഠിക്കാൻ തോന്നും. പിന്നെ കുറേ പേർക്ക് കമ്പൈൻ സ്റ്റഡിക്ക് താല്പര്യമുള്ളവരുണ്ടാവും, അങ്ങനെ പഠിച്ചു പോകുന്നവരുണ്ടാവും. ചിലർ സെൽഫ് സ്റ്റഡി ആയിരിക്കും, ചിലർ കമ്പൈൻ സ്റ്റഡി ആയിരിക്കും. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ഉള്ളവർക്കും ഉള്ള സൗകര്യമാണ് ഈ ലൈബ്രറീൻ്റെ ചില ക്ലാസ് റൂംസ്, ഒഴിവുള്ള ക്ലാസ് റൂംസിൽ നമുക്ക് കമ്പൈൻ സ്റ്റഡി പഠിക്കാം. അങ്ങനെ ഒരു ഭയങ്കര ഫെസിലിറ്റീസാണ് എയ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മുടെ കണ്ണിനെയും തലവേദനയും, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കുന്ന സമയം കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് നമ്മൾ
മാക്സിമം ഡിപ്പെൻഡ് ചെയ്യണം. ഞാൻ അങ്ങനെയായിരുന്നു. നമ്മൾ മൊബൈലിൽ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ അത്യാവശ്യം മാത്രം ഉപയോഗിക്കണം. അത്യാവശ്യം ഉപയോഗിക്കണം, പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് അതേ കണ്ടന്റ് മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം മെറ്റീരിയൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഹെഡേക്ക് കാര്യങ്ങളൊക്കെ കുറയും. അപ്പം അങ്ങനത്തെ നല്ല നല്ല മെറ്റീരിയൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഓരോ ടോപ്പിക്, ഓരോ സബ്ജക്റ്റ് വൈസ്, ഇപ്പോൾ സോഷ്യൽ സയൻസ് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ടായിട്ട് ഇങ്ങനെ തരും. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. വെറുതെ നമ്മളൊരു പാരഗ്രാഫ് വായിക്കുന്നതിനെക്കാട്ടും എളുപ്പമാണ് അങ്ങനെ ഓരോ പോയിന്റ് വൈസ് ഉള്ള ഈ മെറ്റീരിയൽസ് ഏസിൻ്റെ വായിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഞാനത് വീണ്ടും നമുക്ക് റിവിഷൻ ചെയ്യാൻ തോന്നും, മടുക്കില്ല. അപ്പോൾ അത് അവരിങ്ങനെ എക്സാംസ് നടത്തും, ഈ മെറ്റീരിയൽസിൻ്റെ അകത്ത് നിന്ന് എക്സാംസ് നടത്തും. അപ്പം നമ്മൾ എന്താണ് നന്നായിട്ട് ആ ഒരു മെറ്റീരിയൽ ഫുൾ നമ്മുടെ തലയിലേക്ക് തറാവും. അപ്പോൾ അത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മെറ്റീരിയൽസിൻ്റെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ എക്സാംസിൻ്റെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏസ് ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഏസ് ആപ്പ്, അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ പലരും ഉപയോഗിക്കാതിരുന്നൊരു സാധനമാണ് ഈ ഒരു ഏസ് ആപ്പ്. എല്ലാവരും മടി കാരണം അധികം ഉപയോഗിക്കില്ല. പക്ഷേ നമുക്ക് കുറച്ച് സ്ട്രെയിനാണ്. ഞാൻ പറഞ്ഞ ഒരു മൊബൈലിൽ നോക്കിയിട്ട് ഒരു 100 ക്വസ്റ്റ്യൻസ്, ഒരു എക്സാമുകളൊക്കെ ഉണ്ടാവും, എല്ലാ വ്യാഴാഴ്ച ഒരു എക്സാമുകൾ ഉണ്ടാവും. ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തില്ല, എല്ലാം അറ്റൻഡ് ചെയ്യും. എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും, ചിലപ്പോൾ നമ്മൾ എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും ഞാൻ ആ ഒരു വ്യാഴാഴ്ച സമയം കണ്ടെത്തിയിട്ട് അത് എഴുതും. അപ്പം അത് അതിൻ്റെ റിസൾട്ടും അപ്പോൾ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ഏസ് ആപ്പിൻ്റെ ഒരു കാര്യം അതാണ്. നമുക്ക് നമ്മുടെ എന്താണ് അപ്പോൾ എക്സാംസ് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ലാസ് നടന്നില്ല എന്ന് വരും, ചിലപ്പോൾ ലീവ് ഉണ്ടാവും എന്തെങ്കിലും കാര്യം കൊണ്ട്. പക്ഷേ ഏസ് ആപ്പ് നമുക്ക് അവിടെ ഉണ്ടാവും, എക്സാം എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു സ്കിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നില്ല ഏസിന്റെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ അതിൽ അപ്ലോഡ് ആക്കാറുണ്ട്. അപ്ലോഡ് ആക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാസ്സുകൾ നമുക്ക് കാണണമെങ്കിൽ ക്ലാസ്സുകളും അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു പിന്നെ എക്സാമിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അതായത് മുന്നോട്ട് നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടാണ്. എല്ലാവരും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിസൾട്ടാണ്. നമ്മൾ റിസൾട്ടിലായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഒരു എക്സാം നടത്തുമ്പോൾ അപ്പം തന്നെ അവർ ആൻസർ കീ നമുക്ക് തരും. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കീ കിട്ടാൻ ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. അപ്പോഴേക്ക് നമ്മൾ പരീക്ഷ കഴിഞ്ഞ് ആ ഹാങ് ഓവറിലൊക്കെ മറന്നു പോയിട്ടുണ്ട്, എന്താണ് നമ്മൾ എഴുതിയത്, എന്തെങ്ങനെയായിരുന്നു നമ്മൾ ഫേസ് ചെയ്തെന്നൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ അത് നോക്കൂല ആരും. അപ്പോൾ ഫേസിന് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ ഗ്രൂപ്പിൽ ആൻസർ കീ ഇടും. അപ്പോൾ എനിക്ക് അന്ന് തന്നെ നോക്കാൻ പറ്റും ഞാൻ ഏതൊക്കെ ശരിയാക്കി, എന്തൊക്കെ തെറ്റി, എവിടെയാണ് എനിക്ക് പാളിയത്, അടുത്ത പ്രാവശ്യം എന്തൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ ആ ഒരു ആൻസർ കീ കിട്ടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചു വാങ്ങും, അപ്പോൾ തന്നെ അവർ തരും. അതാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്ക്യൂസ് പറയില്ല. നമ്മുടെ ആസ്പിരൻസ് എന്താണോ ആവശ്യപ്പെടുന്നത് അവരപ്പം തന്നെ ഏസ് അത് എന്താണ് നമുക്ക് വേണ്ടിയിട്ട് കാരണം നമ്മൾ ബെറ്റർ ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ തന്നെ അവർ നമ്മളെ അടുത്ത് ഒരു നെഗറ്റീവ് രീതിയിൽ പെരുമാറിയിട്ടില്ല. നമ്മളെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ തരാം, അങ്ങനെ ഒരു നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും. അപ്പം ഞങ്ങൾ ബെറ്റർ ആവണം, അവരെന്താണ് ചെയ്തു തരാം എന്നുള്ള രീതിയിലായിരുന്നു അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നമ്മളോട് പെരുമാറിയത്. അപ്പോൾ ഈ ഒരു പരീക്ഷേൻ്റെ റിസൾട്ട് എന്താണ് ആൻസർ കീ അന്നെ തരും. പിന്നെ റിസൾട്ട് അവർ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്യും, അപ്പോൾ നോട്ടീസ് ബോർഡിൽ ഇടുകയും ചെയ്യും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാൻ പറ്റും, നമ്മൾ എത്ര സ്ഥാനത്താണ്. ഓക്കെ, അതിപ്പോൾ നമ്മുടെ കോഴിക്കോട് സെൻട്രലിൻ്റെ ഒരു 60 പേര് അല്ലെങ്കിൽ 100 പേരുണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ ആ ഒരു 100 പേരുടെ ഒരു ലിസ്റ്റ് ഇടും. അത് മാത്രമല്ല നമുക്ക് ഈ ഏസിൻ്റെ ആപ്പിൽ ആ ഒരു പരീക്ഷ ഇപ്പം ഏസിൻ്റെ 10+ ബ്രാഞ്ചസ് ഉണ്ട് ഈ മലബാർ ഏരിയയിൽ. അപ്പോൾ ആ 10+ ബ്രാഞ്ചസിലുള്ള ഫുൾ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ഒരു 1000 പേരിൽ അധികം ഉണ്ടാവും. ആ ഒരു ഫുൾ റാങ്ക് ലിസ്റ്റായിട്ട് ഇടും. അപ്പോൾ അതിലും നമ്മുടെ സ്ഥാനത്തിലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷനാണ് 2 രീതിയിൽ. ഒന്നിപ്പം നമ്മൾ നല്ല റാങ്കിൽ എത്തുകയാണെങ്കിൽ ഓക്കെ ഞാൻ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിലേക്കാണെങ്കിൽ ഓക്കെ ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഓക്കെ ഈ ഒരു കോഴിക്കോട് ഇത്രയും ഒരു 1000 പേരിൽ എൻ്റെ സ്ഥാനം ഇത്രയാണ്, അപ്പോൾ ഞാൻ ഇത്ര ചെയ്താൽ പോരാ, ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, നമ്മളെ പറ്റിയുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം ഇതാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, പക്ഷേ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്നാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്ഥാനം എത്രയാണ്, നമ്മളെ എന്തൊക്കെ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യാണ്ട് നമുക്ക് ടിപ്സ്, മോട്ടിവേഷൻ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചതിലും അപ്പുറത്തുള്ളൊരു ഫെസിലിറ്റീസും സപ്പോർട്ടും അല്ലെങ്കിൽ ഈ ഒരു സോഴ്സുകളും കാര്യങ്ങളാണ് എനിക്ക് ഏസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഏസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു ഏസ് നടത്തിയ എക്സാംസിലും നമുക്ക് മോക്ക് ടെസ്റ്റ് നടത്തും.
ഒരു മലബാർ റീജിയൻ മൊത്തമായിട്ട് അല്ലെങ്കിൽ കേരള മൊത്തമായിട്ട് നമുക്ക് എക്സാംസ് നടത്തും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എനിക്ക് സെക്കൻഡ് റാങ്കും ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ അതൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് വരും നമുക്ക്. ഓക്കെ, നമ്മൾ നല്ല രീതിയിലാണ് പോകണമെന്നുള്ളത്. ഒരു ഓൾ കേരള ലെവലിലൊക്കെ ഒരു എക്സാംസ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കിട്ടില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെൽഫ് സ്റ്റഡി കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോഴേ ഉള്ളൂ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും നല്ലൊരു സ്ട്രെങ്ത് ഉള്ള, കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഇപ്പോൾ എയ്സ് പോലുള്ളൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സെൻറ്ററുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1000 പേരിൽ എത്ര പേരുണ്ട്, എത്ര സ്ഥാനത്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലത്ത്, എയ്സ് പോലുള്ളൊരു സ്ഥലത്ത് ചൂസ് ചെയ്യണം എന്ന് തന്നെയുള്ളത് ഞാൻ പറയും. അതിൽ നമ്മൾ റിസ്ക് എടുക്കരുത്. അപ്പോൾ പൈസ പോകുമെന്ന് നമ്മൾ നോക്കരുത്. പിന്നെ നമ്മുടെ സമയം, ക്ലാസ്സിന് പോയിട്ട് നമ്മുടെ സമയം പോകുക, ആ സമയം കൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചുകൂടെ, അങ്ങനെ ചിന്തിക്കരുത്. ഇതൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എയ്സ് എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ PSC എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ സ്റ്റഡി പ്ലാൻ ഒന്ന് ഷെയർ ചെയ്യാമോ? അപ്പം സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എയ്സിൻ്റെ സ്റ്റഡി പ്ലാൻസ്, അവർ തരുന്ന സ്റ്റഡി പ്ലാൻസ് അതേമാതിരി ഫോളോ ചെയ്തു. പാരലലി ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനും ഫോളോ ചെയ്യും. രണ്ടും ഒരുപോലെ കൊണ്ടുപോകും. കാരണം എങ്ങാനും ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിലും എയ്സിൻ്റെ സ്റ്റഡി പ്ലാനിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റക്ക് ആവില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഞാൻ ഒരുപോലെ കൊണ്ടുപോയി. പക്ഷേ എയ്സിൻ്റെ മാത്രമായിട്ട് നമ്മൾ നിന്നിട്ടും കാര്യമില്ല. നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടണം. നമ്മൾ ഒന്നിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ എയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതേമാതിരി എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാനും വേറെ രീതിയിൽ എക്സ്ട്രാ ടോപ്പിക്സ് ഞാനും ഒരു പ്ലാൻ ഉണ്ടാവും. ഒരു ദിവസം ഇത്ര ടോപ്പിക്സ് ഞാൻ പഠിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ നമുക്ക് നടക്കണം എന്നില്ല. പക്ഷേ നമ്മൾ നിരാശപ്പെടരുത്. പക്ഷേ എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് നമ്മൾ ടിക്ക് ഇടണം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവും ഇത്രയും ചെയ്ത് കഴിഞ്ഞല്ലോ എന്നുള്ളത്. പിന്നെ നമ്മൾ മാക്സിമം ഓരോ ക്വിസുകളൊക്കെ അറ്റൻഡ് ചെയ്യും. നമുക്ക് പല പല സോഴ്സുകളുണ്ട്. ടെലഗ്രാമിലൊക്കെ ഇങ്ങനെ ക്വിസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന പല പല സോഴ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മാക്സിമം ഇങ്ങനെ ക്വിസുകൾ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തൊഴിൽ വാർത്ത, തൊഴിൽ രീതിയിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. PSCൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പഴയ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും. അല്ലെങ്കിൽ വേറെ പല സോഴ്സുകളിൽ നിന്ന്, വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ PDF ആയിട്ട് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഒരു OMRൻ്റെ ബുക്ക് വാങ്ങാൻ കിട്ടും. 40 രൂപയ്ക്കൊക്കെ PDF വാങ്ങാൻ കിട്ടും. എന്നിട്ട് നമ്മൾ ടൈമർ വെച്ചിട്ട് 1.5 മണിക്കൂർ സമയം അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയം വെച്ചിട്ട് നമ്മൾ എഴുതി പരിശീലിക്കണം. അപ്പോൾ എന്നാലേ ഉള്ളൂ, നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അല്ലെങ്കിൽ പഠിച്ച് നമുക്ക് ഫുൾ കോൺഫിഡൻസ് ആണ് എല്ലാ ഉത്തരം പറയാൻ പറ്റുമെന്ന് കോൺഫിഡൻ്റ് ആയിട്ടും കാര്യമില്ല. കാരണം നമ്മളൊരു തിരക്കിട്ട് നമ്മൾ എഴുതുമ്പോൾ ചിലപ്പം 3ൻ്റെ ആൻസർ 4 പോയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയില്ലേ, അതൊരു നമ്മൾ പിറകോട്ടായി പോകും. എത്രയോ പിറകോട്ട് പോയി. ഒരു 50-100 ആൾക്കാർ പിറകോട്ട് വരായി പോകും ഒരു മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ എക്സാം പ്രാക്ടീസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ, ഇങ്ങനെ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ എക്സാം ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നടത്തുമ്പോൾ നമ്മളറിയാതെ എക്സാമും പ്രാക്ടീസ് ആയി പോകും. നമ്മളതും സ്പീഡ് ഇമ്പ്രൂവ് ആവും. അപ്പം നമുക്ക് എന്തൊക്കെ തെറ്റ് പറ്റി, എവിടെയൊക്കെ അശ്രദ്ധ വന്നു, സ്പീഡ് കൂടിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നല്ല പെന്ന് ഉപയോഗിക്കാത്തത് കൊണ്ടാണോ, അങ്ങനെ എന്തൊക്കെയാണ് നമുക്കുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. പിന്നെ ക്വിസുകൾ അറ്റൻഡ് ചെയ്യും. പിന്നെ റിവിഷൻ ചെയ്യും. റിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ടോപ്പിക്ക് വായിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും, ഒരു 15 മിനിറ്റ് ഒരു ടോപ്പിക്ക്, ഒരു അരമണിക്കൂർ വേറൊരു ടോപ്പിക്ക്, എന്താണോ തോന്നുന്നത് മൂഡ് മാറുന്നതനുസരിച്ച് ഇങ്ങനെ മാറി മാറി എഴുതും, പഠിക്കും. എന്നിട്ട് ഞാനതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അപ്പം എന്നിട്ട് ലാസ്റ്റ് ഓരോ ടോപ്പിക്കും എത്ര സമയം പഠിച്ചെന്നുള്ളത് ഒരു പേജിൽ എഴുതി വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഒരു ദിവസം കഴിയുമ്പോൾ രാത്രി ആവുന്ന സമയത്ത് ഞാൻ കൂട്ടി വെക്കും. ഓരോ 15 മിനിറ്റ് മലയാളം പഠിച്ചു, 20 മിനിറ്റ് ഇംഗ്ലീഷ് പഠിച്ചു, പിന്നെ ഒരു അരമണിക്കൂർ മാത്സ് പഠിച്ചു. അപ്പം അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് ഇത്ര മിനിറ്റ്, എന്നിട്ട് അതിന് 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര അവർ ഞാൻ പഠിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂട്ടില്ല. വേറൊരു PDF പോകുന്നുണ്ടെങ്കിൽ അത് കൂട്ടില്ല, അല്ലെങ്കിൽ ഫോണിൽ കളിച്ചിരിക്കുന്ന അത് കൂട്ടില്ല. അങ്ങനെ പഠിത്തത്തിന് മാത്രമായിട്ടുള്ള സമയം കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതി വെക്കും. ചിലപ്പോൾ 1 hour ആയിരിക്കും, പിന്നെ ഒരു 2 hour ആവും, 3 hour ആവും. അങ്ങനെ ഞാൻ മാക്സിമം 9 hour വരെ എത്തിച്ചിട്ടുണ്ട്. മാക്സിമം 9 hour വരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അത്രയ്ക്കും പീക്ക് ലെവലിൽ എത്തുള്ളൂ. പക്ഷെ നമുക്ക് ആവറേജ് ഒരു 4-5 hour അങ്ങനെ കിട്ടുള്ളൂ എൻ്റെ ഒരു ഇതിൽ നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് ചില സമയത്ത് 0 ആയി പോകും. നമുക്ക് അസുഖമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 0 ആയി പോകും. അപ്പോൾ നമ്മൾ ഡൗൺ ആവരുത്. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസം പെട്ടെന്ന് അസുഖം മാറ്റാൻ നോക്കുക. എന്നിട്ട് അടുത്ത ദിവസം അതും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മൾ ചില ദിവസം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ച പോലെ ആവണമെന്നില്ല. ചില ദിവസം നമ്മൾ വിചാരിച്ചാൽ നല്ല രീതിയിൽ പോകും, ചില ദിവസം ഡൗൺ ആയി പോകും. അപ്പോൾ ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ
നിരാശപ്പെടരുത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. നമ്മൾ മാനസികമായിട്ട് നമ്മളെപ്പോഴും നമ്മൾക്ക് തന്നെ ബലം കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഇതാണ് പറയാനുള്ളത്. ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം, റാങ്ക് ഫയൽ ഉപയോഗിക്കണം. എയ്സിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കും. അത് പിന്നെ റിവിഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ കിടക്കും കൃത്യമായിട്ടുള്ള. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ല റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നല്ലത് പിന്നെ OMR ഞാൻ പറഞ്ഞു, OMRൻ്റെ നമുക്ക് എയ്സിന് OMRൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വ്യാഴാഴ്ച നടക്കുന്ന എയ്സാപ്പിലെ എക്സാമും നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ട് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അപ്ലോഡ് ആവും, എന്നിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരികയാണ് ചെയ്യുക. അപ്പോൾ അത്രയും സെറ്റപ്പുള്ള ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഈ OMR എന്നുള്ള ഒരു സംഭവം. അപ്പോൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിനോട് വിഷ്ണുവിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? PSCക്ക് ഇറങ്ങുന്ന ആൾക്കാർ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ +2 അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ മെൻറ്റാലിറ്റിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും നല്ലൊരു സമയത്താണ് നിങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ വരാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. അത് നിങ്ങളുടെ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഭാവി ലൈഫിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സെറ്റിലാവുകയാണ്. നമുക്ക് നല്ലൊരു ജോലി സ്ഥാനം കിട്ടുകയാണ് സൊസൈറ്റിയിൽ, നമുക്കൊരു സ്ഥിര ശമ്പളം കിട്ടുകയാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം കിട്ടുകയാണ്, നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ പോവാം, അങ്ങനെ നമുക്ക് നാട്ടിൽ ഭക്ഷണം കഴിക്കാം, നമുക്ക് കൂട്ടുകാരുടെ കൂടെ ജീവിക്കാം, വീട്ടുകാരുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാം, അങ്ങനെ നമുക്കൊരു ഫ്രീഡം കിട്ടുകയാണ്, നമുക്കൊരു സോഷ്യൽ ലൈഫ് കിട്ടുകയാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലികളിലേക്ക് പോകേണ്ടി വരും. പക്ഷെ നമുക്കൊരു സർക്കാർ ജോലിയിൽ നമുക്ക് മറ്റൊരു പ്രൈവറ്റ് ജോലിയിൽ ഉണ്ടാകുന്ന അത്ര പ്രഷറോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ലൈഫാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ PSCയിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു നല്ലൊരു സമയം 21-22 ആ ഒരു സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇത്രയും പെട്ടെന്ന് സർവീസ് കയറുക, എന്നിട്ട് ലൈഫ് പിന്നെ അങ്ങോട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്നെപ്പോലെ, അതായത് ഇപ്പോൾ ഒരു mid-20s കഴിഞ്ഞ് പല ജോലികൾ ട്രൈ ചെയ്തിട്ട് ഓക്കെ ഇനി ഈ ജോലി നമുക്ക് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ഈ ജോലിനേക്കാളും ബെറ്റർ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസ് ലൈഫിൽ തിരിച്ചറിഞ്ഞിട്ട് അതിന് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലിയാണ് നമ്മൾ തിരിച്ചറിയുമ്പോൾ വരുന്ന ആൾക്കാരുണ്ട്, ജോലി ഒഴിവാക്കിയിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത്, നമുക്ക് അത്രയും കാലം സാലറി ജീവിച്ചിട്ട് പെട്ടെന്ന് സാലറി കട്ടാകുമ്പോൾ ജോലി ഒഴിവാക്കിയിട്ട് വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സാലറി ഇല്ല, അപ്പോൾ നമ്മളെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം ഞാൻ അതിന് കണ്ടെത്തിയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ജോലി വിട്ടിറങ്ങുന്നതിന് മുന്നേ ഒരു എമർജൻസി ഫണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ അതിന് മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, എൻ്റെ ചിലവുകളൊക്കെ ചുരുക്കിയിട്ട് 2-3 മാസം മുന്നേ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പം ഈ ഒരു 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് മെൻ്റലി ഡൗൺ ആകാൻ പാടില്ല. നമുക്ക് സാലറി ഇല്ലാത്ത സമയത്ത് നമുക്കത് വാങ്ങാൻ പറ്റിയില്ല, ഇത് വാങ്ങാൻ പറ്റിയില്ല, അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഡൗൺ ആകാൻ പാടില്ല. അത് നമ്മുടെ ചിലവ് കുറച്ച് കൊണ്ടുവരണം. അപ്പം പിന്നെ എമർജൻസിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ഒരു ഫണ്ടും നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, ജോലി വിട്ടിറങ്ങുന്നവർ. ഇനി ജോലി വിട്ടിറങ്ങുന്നതിന് മുന്നേ ചാടിക്കയറി PSC എന്താണെന്ന് അറിയാതെ ജോലി വിട്ടിറങ്ങരുത് എന്നുള്ളൊരു സജഷനും കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ചെയ്ത പോലെ ആദ്യം PSC എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ പരീക്ഷകൾ എന്തൊക്കെയാണ്, നമുക്ക് പറ്റിയ പണിയാണോ എന്നുള്ളത്. ഇപ്പം നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ പുഴയിൽ ഇറങ്ങുന്നതിന് മുന്നേ ആഴം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇറങ്ങണം എന്ന് പറയില്ലേ, അതേമാതിരി. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി നോക്കിയിട്ട് എങ്ങനെയുണ്ട്, നമുക്ക് പറ്റിയ പണിയാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ജോലി ഒഴിവാക്കിയിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ജോലി ഒഴിവാക്കിയിട്ട് വരിക. ബാക്കപ്പ് ഓപ്ഷൻ ഒരു ബാക്കപ്പ് ഇൻകം ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച് PSC വർക്കൗട്ട് ആയിട്ടില്ല തിരിച്ച് പോകാൻ പറ്റും. എന്നെപ്പോലെ IT ജോലിയിലൊക്കെ തിരിച്ച് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു അഡ്വൈസാണ് നിങ്ങൾക്ക് തരാനുള്ളത് PSCയിലേക്ക് ഇറങ്ങുന്നവർക്കുള്ളത്. ഇനി PSCയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുക സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറങ്ങുന്നതിന് മുന്നേ തന്നെ മെല്ലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ദിവസം സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും, എല്ലാവർക്കും മെസ്സേജ് അയക്കും, ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനത് ഒറ്റയടിക്ക് എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ഞാനത് PSCയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മാസങ്ങൾ മുന്നേ തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നു. ആൾക്കാരുടെ സ്റ്റോറി കാണുന്നത് കുറച്ച് കൊണ്ടുവന്ന്, ഞാൻ സ്റ്റോറി ഇടുന്നത് കുറച്ച് കൊണ്ടുവന്ന്, പോസ്റ്റ് ഇടുന്നത് ഒഴിവാക്കി, പിന്നെ മെല്ലെ ഫേസ്ബുക്ക് ഒഴിവാക്കി അൺഇൻസ്റ്റാൾ ചെയ്ത്, പിന്നെ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത്, ഏറ്റവും അവസാനം വാട്സാപ്പും അൺഇൻസ്റ്റാൾ ചെയ്ത്. എന്നിട്ട്
പുതിയൊരു സിം എടുത്ത് പുതിയൊരു വാട്സാപ്പ് തുടങ്ങി. അതിൻ്റെ അകത്ത് മാത്രം 3-4 നമ്മളെ എമർജൻസി കോൺടാക്ട്സിന് വേണ്ടിയിട്ട് മാത്രം ഒരു വാട്സാപ്പ് തുടങ്ങി. അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ എന്താണ്, അപ്പം നമുക്ക് എന്താണ് ഡിസ്ട്രാക്റ്റഡ് ആവില്ല. ബാക്കിയുള്ള ആൾക്കാർ എന്താണ് നമ്മളെ അനാവശ്യമായിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക് നമ്മളെ വിളിക്കാനോ ഒന്നും വരില്ല. അങ്ങനെ നമ്മുടെ സമയം കുറേ പോയി പോകും. നമ്മൾ നോ പറയാൻ കുറേ പഠിക്കണം. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് ഇറങ്ങുന്നത്, ജോലിയൊക്കെ ഒഴിവാക്കി വരുന്ന ആൾക്കാർ റിസ്ക് എടുത്ത് വരും. അപ്പോൾ നമ്മളെ നാട്ടുകാരെ എന്ത് വിചാരിക്കും, വീട്ടുകാരെ എന്ത് വിചാരിക്കും, ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ തന്നെ എന്താണ് മുൻകൈ എടുക്കണം, അല്ലെങ്കിൽ നോ പറയണം. ഇപ്പോൾ ഒരാൾ ആവശ്യത്തിന് ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതാണ് സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ഞാനാണെങ്കിൽ സിനിമയ്ക്കൊന്നും പോയില്ല, അത്യാവശ്യം 1-2 സിനിമയ്ക്കൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കി. പിന്നെ നമ്മളിപ്പോൾ പുറത്ത് പോകുന്ന അനാവശ്യമായിട്ട് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ വേർഡ്സ് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും. ഈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ എന്തായി ഇങ്ങനെ ചോദിക്കുമ്പോൾ PSC എന്തായി കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ എന്താണ് മാക്സിമം കുറയ്ക്കുക, അനാവശ്യമായിട്ടുള്ളത് കുറയ്ക്കുക. പിന്നെ അവരോടൊക്കെയുള്ള മറുപടി നമ്മൾ തയ്യാറാക്കി വെക്കണം. അതാണ് ആൾക്കാർ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യം. നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ ഫേസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഏറ്റവും സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവർ പകുതി അവിടെ പ്രശ്നം സോൾവ് ആവും. നമുക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് PSC കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, വർഷങ്ങൾ എടുക്കില്ലേ, കിട്ടി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ തന്നെ കിട്ടാൻ സമയം എടുക്കില്ലേ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്ലാരിറ്റി അത് വേണം. കാരണം ഒരു PSCക്ക് കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ മിനിമം ഒരു 2-3 വർഷമെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം. ഞാൻ ഇറങ്ങുന്ന സമയത്ത് 3 വർഷമാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അത് ആരോടും പറഞ്ഞില്ല. എല്ലാവരും വീട്ടുകാരും എല്ലാവരുടെ അടുത്തും 3 വർഷം എന്ന് പറയുമ്പോൾ അവർ പേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് 1 വർഷം ഞാൻ ചെയ്യുള്ളൂ എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സിൽ 3 വർഷമായിരുന്നു. കാരണം എനിക്കറിയാം മിനിമം ഒരു 3 വർഷമെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പം പക്ഷേ എൻ്റെ ഫോക്കസ് മുഴുവൻ 1 വർഷത്തിനുള്ളിൽ അടിക്കുക എന്നുള്ളതായിരുന്നു, PSC അടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു, 1 വർഷത്തിനുള്ളിൽ തന്നെ അടിച്ചു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അത് റിസൾട്ട് വരാനും പിന്നെ അപ്പോയിൻമെൻറ്റ് വരാനും ജോലിയിൽ കയറാനുള്ള സമയം കൂടി നമ്മൾ കാണും. അതായത് മിനിമം ഒരു 2 വർഷം PSC നമ്മൾ പഠിക്കാൻ ഞാനൊരു വർഷം എടുത്തു. 23 പഠിക്കാൻ തുടങ്ങി, 24 പരീക്ഷ എഴുതി, 25 റിസൾട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഒരു 2 വർഷം ഗ്യാപ്പ് നമ്മൾ മനസ്സിൽ മിനിമം കാണും ഇറങ്ങുന്നതിന് മുന്നേ. അതാണ് ഈ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ പഠിക്കാനുള്ള കാര്യം നമ്മൾ മാക്സിമം പല ആൾക്കാരുടെ അടുത്തും ഇതേമാതിരി സക്സസ്ഫുൾ സ്റ്റോറീസ് പല ആൾക്കാരുടെ അടുത്തും കാണുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പല സജഷൻസ് നമുക്ക് കിട്ടും. ഇത് ഞാൻ ഇപ്പോൾ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഒഴിവാക്കാനുള്ള വാട്സാപ്പ് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം ഇതേമാതിരി ഏതൊരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. അപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്തത്, ഇതെന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ചേച്ചിയാണ് പറയുന്നത്. അപ്പോൾ ഇതേമാതിരിയുള്ള സക്സസ് സ്റ്റോറീസാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. എന്തൊക്കെ ഞാൻ ചെയ്യണം, ഇപ്പോൾ ഒരു PSCയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ കൂട്ടുപിടിക്കണം, മാനസികമായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം, പിന്നെ എന്തൊക്കെ സോഴ്സുകൾ വേണം, ഇതൊക്കെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത് മാതിരി സക്സസ് സ്റ്റോറീസ് കണ്ടിട്ടാണ്. എന്നിട്ടാണ് ഞാൻ ആക്ഷൻസ് തുടങ്ങിയത്. അപ്പം നിങ്ങൾ മാക്സിമം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് കാണുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോരുത്തരുടെയും സജഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ വർക്കൗട്ട് ആകുന്നത് എന്നുള്ളത് ചെയ്ത് അത് കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുക. പിന്നെ അത് മാറ്റരുത്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയത് ട്രൈ ചെയ്യാൻ നോക്കരുത്. പിന്നെ അത് നമുക്ക് ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഏതാണോ നമുക്ക് നന്നായിട്ട് പോകുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോൾ കറൻ്റ്ലി LD ക്ലർക്കായിട്ടാണ് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഉയർന്ന തസ്തികയിലേക്ക് നോക്കുന്നുണ്ടോ? എൻ്റെ ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമുക്ക് 10th ലെവലുണ്ട്, LGS ലെവലുണ്ട്, 10th ലെവലുണ്ട്, +2 ലെവലുണ്ട്, ഡിഗ്രി ലെവലുണ്ട്. അപ്പോൾ പിന്നെ യൂണിഫോം പോസ്റ്റുകളുണ്ട്. അപ്പം ഞാൻ ആദ്യമേ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് യൂണിഫോം പോസ്റ്റുകൾ എനിക്ക് താല്പര്യമില്ല. ഒരു ജോലികൾ ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഇൻഡിവിജ്വൽസിന് ഓരോ താല്പര്യങ്ങളാണല്ലോ. അപ്പോൾ എനിക്ക് യൂണിഫോം പോസ്റ്റ് എനിക്ക് പറ്റില്ല എന്ന് സ്വയം എനിക്ക് തോന്നിയുകൊണ്ട് ഞാനത് ഫോക്കസ് ചെയ്തില്ല. പക്ഷേ എല്ലാ പരീക്ഷകളും എഴുതുമായിരുന്നു, ഒരു പരീക്ഷ സ്കിപ്പ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ യൂണിഫോം പോസ്റ്റിൻ്റെ ഫിസിക്കലൊന്നും പോയില്ലായിരുന്നു, പക്ഷേ എല്ലാ പരീക്ഷയും ഞാൻ ക്ലിയർ ചെയ്യുമായിരുന്നു. പക്ഷേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഡിഗ്രി ലെവൽ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യില്ലായിരുന്നു. കാരണം എനിക്ക് അറിയാം ഏതെങ്കിലും ഒരു സിലബസ് ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ 10th ലെവൽ സിലബസാണ് അന്ന് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ആ 10th ലെവൽ സിലബസ് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗം തന്നെയാണ് LGSഉം. LGSൻ്റെ എല്ലാ പരീക്ഷകളും ക്ലിയർ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ +2 ലെവലിലും ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഒരു 90% 10th ലെവലിൻ്റെ സിലബസ്. അതേമാതിരി ഡിഗ്രിയിലും ഒരു 90% വരുന്നത് 10th ലെവലിൽ തന്നെയാണ്. ആ ഒരു 10th ലെവൽ സിലബസ് മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ ഈ എല്ലാ ലെവലിലുള്ള പരീക്ഷകളും ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഒരു മെയിൻസും ക്ലിയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രിലിമിനറിയും ക്ലിയർ ആയിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാം കൂടി നമ്മൾ, കാരണം ഡിഗ്രിയിൽ എക്സ്ട്രാ കുറേ പഠിക്കാണ്ട്, അപ്പോൾ നമ്മളെല്ലാം കൂടി കയറി പിടിക്കുമ്പോൾ നമുക്ക് ഒന്നും കിട്ടാത്ത രീതിയിലാവും. അപ്പോൾ ഞാൻ 10th ലെവലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ഫോക്കസ് അറിയുന്ന അടുത്തത് ഡിഗ്രി ലെവലിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അപ്പം നിലവിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആംബുലൻസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് വൈഡാണ്. അതിൽ 10th റാങ്ക് ആയിരുന്നു. പിന്നെ ഈ ഗാദി ബോർഡ് LDCൻ്റെ അതും സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു, 11th റാങ്ക് ആയിരുന്നു. അതിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ ഉള്ളത് ഈ LDC ആണ്, അതാണ് 7ാം റാങ്ക് കോഴിക്കോട് വന്നത്. ജില്ലാതലത്തിലുള്ള എക്സാം ആയിരുന്നു. പിന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പോയി, പിന്നെ ലാബ് അസിസ്റ്റൻറ്റുമാണ്. അത് ഞാൻ എന്തായാലും ജോയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ LDC തന്നെയാണ് ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് അത് ആ വഴി തന്നെ പോവാണ്. ഇനിയിപ്പോൾ ഒരു ജോലി ജോയിൻ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഡിഗ്രി ലെവൽ പോസ്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കി ഞാൻ ഇറങ്ങിയ വീണ്ടും ഞാൻ തുടങ്ങാൻ പോവാണ്. ഡിഗ്രി ലെവൽ പോസ്റ്റിനെ പറ്റിയിട്ട് ഏതാണ് നല്ല പോസ്റ്റ്, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഒക്കെ വീണ്ടും എയ്സിൻ്റെ ആ ഒരു അടിത്തറ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഇനി കുറച്ചും കൂടി എളുപ്പമാണ്. തുടങ്ങേണ്ട കാര്യമില്ല. എവിടെയാണോ നിർത്തിയത് അവിടുന്ന് ഒന്നും കൂടി ഒന്ന് ഫ്രഷപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്താൽ മതി. അപ്പം ഒരുപാട് നന്ദിയുണ്ട് എയ്സ് ഈ ഒരു യാത്രയിൽ കൂടെ നിന്നതിനും, എയ്സിലെ ഓരോ സ്റ്റാഫിനും, നമ്മുടെ സിദ്ദിഖ് സാറ്, അല്ലെങ്കിൽ നമ്മുടെ ബാബു സാറ്, പിന്നെ ഓരോ സ്റ്റാഫിനും, മെൻറ്റേഴ്സിനും, അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് പിറകിൽ പ്രവർത്തിച്ച ഓരോ സ്റ്റാഫിനും നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ജേണിയാണ് വിഷ്ണുവിൻ്റേത്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻസും നിങ്ങളുടെ ഈ ഒരു ത്രൂ ഔട്ടുള്ള ജേണി ഞങ്ങളോട് ഷെയർ ചെയ്തതിന് ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ എൻഡോഴ്സിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.